ഈ മഹാഗ്രന്ഥത്തിന് തുടക്കം മാസ്റ്റർ ബി രാജ്കുമാർ അവർ സമർപ്പണമായി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ: അവൻ അരുളാലേ അവൻ താൾ വണങ്ങി. ഭഗവാനെ തൊഴണമെങ്കിൽ അവൻ്റെ അനുഗ്രഹം വേണം. അങ്ങനെയെങ്കിൽ തത്വജ്ഞാനി വേദാദ്രി മഹർഷി അവരുടെ അനുഗ്രഹം തീർച്ചയായും ഉള്ളതിനാലാണ് ഈ മഹാഗ്രന്ഥം പരിഭാഷപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചത്. അതേ ഭാഗ്യം നിങ്ങൾക്കുമുള്ളതുകൊണ്ടാണ് ഈ മഹാഗ്രന്ഥം നിങ്ങളുടെ കൈകളിലെത്തിയിരിക്കുന്നത്. ഈ മഹാഗ്രന്ഥത്തിൻ്റെ പരിഭാഷ എന്നാൽ കഴിയുന്ന തരത്തിൽ മഹാഗുരുവിൻ്റെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവയെല്ലാം അടിയൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് നിങ്ങൾ കരുതുക. മഹായോഗിയുടെ കവിതകൾ അതേ തലത്തിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് ഉറപ്പുണ്ട്, മഹാഗ്രന്ഥത്തിൻ്റെ പരിഭാഷ നടത്തുവാൻ എന്നെ പ്രേരിപ്പിച്ച, എന്നെ നയിച്ച മഹാഗുരുവിൻ്റെ ശക്തി ആദ്യാവസാനം വരെയും ഇപ്പോഴും എന്നോടൊപ്പമുള്ളത് ഞാൻ അറിയുന്നു. അതിനുദാഹരണം ഒന്നു മാത്രം. എനിക്ക് നയനദീക്ഷ നൽകിയത് എൻ്റെ വീട്ടിൽ വെച്ച് ജോയി മാഷാണ്. എന്നാൽ മഹാഗുരു വേദാദ്രി മഹർഷി സൂര്യ തേജസ്സോടുകൂടി വെളുത്ത വസ്ത്രത്തോടും വെളുത്ത സോക്സും മഞ്ഞ നിറത്തിലുള്ള ഷോളും ധരിച്ച് എൻ്റെ മുന്നിൽ കസേരയിൽ അമർന്ന് എനിക്ക് ദീക്ഷ നൽകിയ കാഴ്ച എൻ്റെ മനസ്സിൽ ഇന്നും മറയാതെ നിൽക്കുന്നു. ശക്തികളുടെ ധ്യാനത്തിൽ മഹർഷിയുടെ ധ്യാനശക്തി എന്നും തുണയായി വരുമെന്ന് മഹർഷി പറഞ്ഞത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് തൻ്റെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ നേടാമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഗുരുദേവനാണ് സംപൂജ്യനായ വേദാദ്രി മഹർഷി. മഹർഷി രൂപം കൊടുത്തിട്ടുള്ള യോഗ പരിശീലനം, ധ്യാനം, കായകൽപ്പ യോഗ, അന്തർമുഖ പരിശീലനം തുടങ്ങിയവ മനുഷ്യൻ്റെ ശാരീരിക ശക്തിക്കും മാനസിക വളർച്ചയ്ക്കും ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനും വളരെ ഉതകുന്നതാണ്. ആത്മീയ ഗുരു, ലോക സമാധാന പ്രവർത്തകൻ, ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, ആയുർവേദ ഹോമിയോ വിദഗ്ധൻ, ലോക സമാധാന സംഘടനയുടെ സ്ഥാപകൻ തുടങ്ങിയ നിലകളിൽ വേദാദ്രി മഹർഷി വളരെ പ്രസിദ്ധനാണ്. ദ്രവീഡിയൻ യൂണിവേഴ്സിറ്റി മഹർഷിയെ 19ാമത് സിദ്ധനായി അംഗീകരിച്ചിരിക്കുന്നു. ദൈവഗണത്തിൻ്റെയും മാറ്റത്തിൻ്റെയും പരിണാമം മൂലമുള്ള പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള മഹാസ്ഫോടന സിദ്ധാന്തത്തിന് തുല്യമായി മഹർഷിയുടെ കണ്ടെത്തൽ വളരെ പ്രസിദ്ധമാണ്. ലോക സമാധാനത്തിനു വേണ്ടിയുള്ള 14 തത്വങ്ങളടങ്ങിയ പ്രബന്ധം മഹർഷി ഐക്യരാഷ്ട്രസഭയിൽ 1975 ജനുവരി 9 ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യപ്രകാരം അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്താകമാനം 300ഓളം യോഗാ സെൻ്ററുകൾ സ്ഥാപിച്ച് 3000-ലധികം കവിതകൾ, 80 പുസ്തകങ്ങൾ എന്നിവ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്കൂൾ, യൂണിവേഴ്സിറ്റി, വിദ്യാഭ്യാസ മേഖലകളിൽ മഹർഷിയുടെ പുസ്തകങ്ങൾ പാഠ്യഭാഗങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്ടിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ബിരുദാനന്തര കോഴ്സുകൾ നടത്തിവരുന്നു. മഹായോഗികൾ, സിദ്ധന്മാർ എത്രയോ ആണ്ടുകാലം തപസ്സിരുന്ന് കണ്ടെത്തിയ പ്രപഞ്ച സൃഷ്ടി സത്യങ്ങൾ ആത്മജ്ഞാന പാതയിൽ പിന്തുടരുന്ന ശിഷ്യന്മാർക്ക് മാത്രം കാണിച്ചു കൊടുത്തിരുന്നു. എങ്കിലിവിടെ മഹർഷി കണ്ടെത്തിയ അതേ സത്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഉതകുന്ന രീതിയിൽ യാതൊരു ഒളിവുമറവുമില്ലാതെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം നേടിയ ഗുരുഭക്തന്മാർക്ക് ഈ പാത പിന്തുടർന്ന് അവ വളരെ എളുപ്പത്തിൽ നേടാവുന്നതാണ്. മഹർഷിയുടെ സ്പർശ, നയന, ജ്ഞാനദീക്ഷകളെക്കുറിച്ച് പ്രശംസിക്കാൻ വാക്കുകളും അറിവും വയസ്സും എനിക്കില്ല. ഈ പരിഭാഷയിൽ എനിക്കുണ്ടായ പല സംശയങ്ങൾക്കും മഹർഷിയുടെ ആത്മതലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വിശദീകരണം നൽകുകയും ദൈവപാദം അടയുകയും ചെയ്ത എൻ്റെ ആത്മീയ സഹചാരി അരുൾ ചെൽവി ശ്രീമതി പരമേശ്വരി അമ്മയ്ക്കും മലയാളത്തിൽ പല പദങ്ങളും എനിക്ക് പരിചയപ്പെടുത്തി എന്നോടൊപ്പം ആത്മജ്ഞാനപാതയിൽ പ്രയാണം ചെയ്യുന്ന എൻ്റെ സഹധർമ്മിണി ചിക്കുവിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഏതും തനിയെ സംഭവിക്കുന്നില്ല, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ഏതൊരു വേദാദ്രിയനും കൈവശം സൂക്ഷിക്കേണ്ട മഹാഗ്രന്ഥമാണ് മഹർഷിയുടെ ആത്മചരിത്രം. ആ ആത്മചരിത്രം എല്ലാവരും വായിച്ച് ജീവിതത്തിൽ വിജയം കൈവരിച്ച് ആത്മജ്ഞാനികളായി മാറട്ടെ എന്ന് ഗുരുപാദം ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏവർക്കും മഹർഷിയുടെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കട്ടെ. വാഴ്ക വളമുടൻ. രാജ്കുമാർ ബി, മാമ്മൂട്ടിൽ ഹൗസ്, തേക്കടി. അരുൾനിധി
എൻ മഹാലിംഗം അവർകൾ ആണ് ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത്. ആമുഖം: തത്വജ്ഞാനി വേദാദ്രി മഹർഷി, അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം പഴയ ഗ്രന്ഥത്തോടൊപ്പം കൂടുതലായി ഫെബ്രുവരി 2026 വരെയുള്ള വാർത്തകൾ ചേർത്ത് ഗ്രന്ഥം വളരെ ഉപയോഗപ്രദമായ രീതിയിൽ സജ്ജമാക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ തത്വരീതികൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. അതുപോലെ തന്നെ യോഗ പരിശീലനവും വളരെ കഠിനമായതും മുഴുവൻ സമയവും അതിൽ ലയിച്ചിരിക്കുന്ന രീതിയിലുമായിരുന്നു മുമ്പ് കുടുംബസ്ഥന്മാർക്കും സന്യാസിമാർക്കും വെവ്വേറെ പരിശീലന രീതിയായിരുന്നിരിക്കണം. ശാന്ത രീതിയിലുള്ള വഴിപാടുകളും പരിശീലനവും കുടുംബനാഥന്മാർക്കും പതഞ്ജലി യോഗസൂത്രം സന്യാസിമാർക്കും യോജിച്ചിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. ആയതിനാൽ യുവാക്കൾക്കും കുടുംബസ്ഥന്മാർക്കും പതഞ്ജലി യോഗസൂത്രപ്രകാരം പരിശീലനം നൽകുമ്പോൾ പലർക്കും പ്രയാസകരമായിരുന്നു. മഹർഷി അദ്ദേഹം സാധാരണ കുടുംബത്തിൽ ജനിച്ച് നന്നായി അധ്വാനിച്ച് മുൻപിലെത്തി കുടുംബജീവിതം നടത്തി തൊഴിൽ ചെയ്ത് നല്ല അനുഭവം നേടി. അതിനുശേഷമാണ് തൻ്റെ അനുഭവങ്ങൾ ജനങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചത്. നമ്മുടെ സമൂഹത്തിൽ പഴയ തത്വങ്ങളെയും പരിശീലനങ്ങളെയും പരീക്ഷിച്ച് അദ്ദേഹം ഉദ്ദേശിച്ച 30 വർഷങ്ങളുടെ ശ്രമഫലമായി കുടുംബത്തിലുള്ളവർ എപ്രകാരം പരിശീലിക്കണം, ജീവിതം എപ്രകാരം ജീവിക്കണം എന്ന് നമുക്ക് വഴി കാണിച്ച് നൽകിയിരിക്കുന്നു. ഹിന്ദുമതത്തിൽ പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ശാസ്ത്രീയ അഭിപ്രായങ്ങളും ലളിതമായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്വാമിജി എഴുതിയും പ്രഭാഷണം നടത്തിയും വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ തമിഴിലും ഇംഗ്ലീഷിലും ലളിതമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ സ്വാമിജി ഇംഗ്ലീഷിലും തമിഴിലും കവിതകൾ എഴുതി പല ശ്രേഷ്ഠമായ തത്വങ്ങൾ നിരന്തരമായി നിലനിൽക്കുന്ന തരത്തിൽ നിർവഹിച്ചിട്ടുള്ളതാണ്. പണ്ടുള്ള ഋഷികൾ ദമ്പതികളായി ജീവിച്ച് നല്ല ശിഷ്യന്മാരെ വളർത്തിയിരുന്നു. പാരമ്പര്യമായി അഗസ്ത്യർ, വസിഷ്ഠർ, വിശ്വാമിത്രർ, ശങ്കരർ പോലുള്ള സന്യാസികൾ പരമ്പരയായി ഗുരുപാരമ്പര്യം വളരുന്ന തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. ലോകമെങ്ങും പല മാസങ്ങൾ ആണ്ടുതോറും സഞ്ചരിച്ച് വന്നിരുന്ന സ്വാമിജി ലോകത്തിൽ പല രാജ്യങ്ങളിലും തൻ്റെ ചിന്താധാരകളെ വിശദീകരിക്കുന്ന സ്ഥാപനങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വാമിജി ആദ്യമായി ഡൽഹിയിൽ അരുൾനിധി MK ദീനദയാളിന് അദ്ദേഹം വഴി കണ്ടുമുട്ടിയ ഭാഗ്യം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേടി. പിന്നീട് ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളിൽ പങ്കുചേരുവാനും ഭാഗ്യം ഞാൻ നേടി. 1986 ജനുവരി മാസം ആനമല സിൻഘേസനാവിൽ 5 ദിവസങ്ങൾ അദ്ദേഹത്തോടൊപ്പം താമസിച്ച് ലളിതവൽക്കരിച്ച കുണ്ടലിനി യോഗ പരിശീലനം നേടുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. പതഞ്ജലി യോഗ രീതിയിൽ ആസനങ്ങളെ പരിശീലിച്ചപ്പോൾ ദേഹവേദനയും അധിക വിയർപ്പും ഉണ്ടായി. തുടർന്ന് പരിശീലിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. സ്വാമിജിയുടെ പരിശീലനം ലളിതമായും ഉപയോഗപ്രദവുമായിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ ദമ്പതികളെ വിളിച്ച് പരിശീലനം നൽകുന്നത് സമൂഹത്തിൽ ഇടത്തരം വർഗത്തിൽ മതപരമായ വീക്ഷണമുള്ള കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു വലിയ ജോലി വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാമികൾ ലോകത്തിന് സ്കൈ നേതൃസ്ഥാപനമായ ആളിയാറിൽ അരുൾപ്പെരും ജ്യോതിനഗർ സ്ഥാപിച്ച് ആദ്യകാല ജ്ഞാനികൾ പാതയിൽ കൂടുതൽ വഴികൾ തിരച്ച് നമ്മെ മുന്നേറുവാനായി ക്ഷണിക്കുന്നു. ഈ ഗ്രന്ഥം വായിക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ സ്വാമിജികളുടെ ബോധനകളെ സ്വീകരിച്ച് സൗഖ്യമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരമ്പരയായി കാരണമറിയാതെ പിന്തുടർന്നു വന്ന ഭക്തന്മാർക്കും ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി ലഭിക്കാത്ത ഈശ്വരവിശ്വാസമില്ലാത്തവർക്കും പൂർണ്ണ വിശദീകരണം നൽകുവാൻ കഴിയുന്ന തരത്തിൽ സ്വാമിജി അവരുടെ ജീവിതവും പ്രഭാഷണവും എഴുതി ചേർത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്താലും അനുഗ്രഹത്താലും വയ്യകം വളമുടൻ വാഴുക എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ മഹാലിംഗം, പൊള്ളാച്ചി, ശക്തി നിലയം. വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെൻറ്റർ പ്രസിഡന്റ് അരുൾനിധി ശ്രീ SKM മൈരാനന്ദൻ അവർ എഴുതിയിരിക്കുന്ന അവലോകനം. നമ്മുടെ ദേശം ഒരു ജ്ഞാനഭൂമിയാണ്. പ്രത്യേകിച്ച് തെക്കൻ നാടുകളിൽ ചില മഹാന്മാർ, തത്വജ്ഞാനികൾ, സിദ്ധന്മാർ ജീവിച്ച് ജീവൽ സമാധി നേടിയിട്ടുണ്ട്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇന്നും അവർ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം അറിയുന്നതും അറിയാത്തതുമായ എണ്ണമറ്റ സിദ്ധന്മാർ, ജ്ഞാനികൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അനുഗ്രഹങ്ങൾ
രാജ്യം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സിദ്ധന്മാർ പലരും ലൗകിക ജീവിതത്തിലെ കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ജ്ഞാനം നേടി. അവർ ലോകത്തിന് ആ മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള നേർവഴികൾ കാലപ്പഴക്കം കൊണ്ട് മറഞ്ഞു പോകുന്നു. തന്നെ സാക്ഷാത്കരിക്കണം, തന്നെ ബോധ്യപ്പെടണം, അഗാധമായ ശാന്തി, ശാശ്വതമായ ആനന്ദം, പൂർണ്ണതയും നേടണമെന്ന ലക്ഷ്യം ജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞതിനാലാണ് ഇന്ന് ലോകസമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നത്. അപ്രകാരമുള്ള സിദ്ധന്മാരുടെ മാർഗത്തിൽ ആത്മസാക്ഷാത്കരിച്ച് സത്യം ബോധ്യപ്പെട്ട് പൂർണ്ണത നേടിയ ജ്ഞാനിയും ഇന്നത്തെ സിദ്ധൻ എന്ന് വിളിക്കപ്പെടുന്ന തത്വജ്ഞാനി വേദാദ്രി മഹർഷി അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവും അഭിമാനവും കൊള്ളുന്നു. സാധാരണയായി ഏവരുടെ ജീവിതത്തിലും നേരിടുന്ന ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞ കുടുംബജീവിതം തന്നെയാണ് മഹർഷി അദ്ദേഹത്തിനും സിദ്ധിച്ചത്. അദ്ദേഹം ജീവിതത്തിൽ വളരെ ദാരിദ്ര്യവും ഉയർന്ന സമ്പത്തും അനുഭവിക്കുവാൻ ഇടയായി. ചെറുപ്രായം മുതൽ മഹർഷി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങൾക്കും സംഭവത്തിനും അവ എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഈശ്വരൻ എന്നാൽ ആരാണ് എന്ന പരീക്ഷണത്തിലേർപ്പെട്ട അദ്ദേഹം തെളിവ് നേടി. മഹർഷി അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം പുസ്തകം വായിക്കുന്ന ഓരോരുത്തരും കുടുംബജീവിതം നടത്തിക്കൊണ്ട് തന്നെ കടമകൾ ചെയ്തുകൊണ്ട് അറിവിൽ തെളിവ് നേടി പൂർണ്ണത കൈവരിച്ച് സമാധാനപരമായ, ആനന്ദപരമായ, പൂർണ്ണമായ ജീവിതം നയിക്കുവാനുള്ള വഴികളെ നന്നായി അറിയുവാൻ കഴിയും. ലൗകിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് സാക്ഷാത്കാരം നേടുന്നതിന് ഈ ഗ്രന്ഥം ഒരു പാഠപുസ്തകമായി ലഭിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിന് യോജിച്ച രീതിയിൽ ആമുഖം എഴുതി നൽകിയ അരുൾ സെൽവർ ഡോക്ടർ എൻ മഹാലിംഗം അവർക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതിന് സഹകരിച്ച സ്നേഹിതന്മാർ ഏവർക്കും ഞങ്ങളുടെ നന്ദി സമർപ്പിച്ചുകൊള്ളുന്നു. തമിഴിലുള്ള ആത്മചരിത്രത്തിൻ്റെ അവലോകനം. പ്രിയപ്പെട്ട SKM മൈലാനന്ദൻ, പ്രസിഡന്റ്, ലോക സമാധാന സേവാ സംഘം, വേദാദ്രി പബ്ലിക്കേഷൻ.